ഇത് നമ്മൾ 7th ഗ്രേഡിലെ ഇൻറ്റിജേഴ്സ് എന്ന ലെസണിലെ ഫസ്റ്റ് എക്സസൈസാണ് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഇതേപോലെ ഒരു നമ്പർ ലൈൻ കാണുന്നുണ്ടാവും. അതിൽ കുറച്ച് പ്ലേസസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ടെമ്പറേച്ചർ നമ്മൾ എഴുതണം അല്ലേ. ഒബ്സർവ് ദിസ് നമ്പർ ലൈൻ ആൻഡ് റൈറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ പ്ലേസസ് മാർക്ക്ഡ് ഓൺ ഇറ്റ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ലഹേൽ സ്പിറ്റി നോക്കൂ. 5 after 6, 7, 8, so -8. 0യുടെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് -8. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ശ്രീനഗർ. 1, 2. ഇത് 0 ആണല്ലോ. 1, 2, -2. ദെൻ ഷിംല അവർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, സോ 5. Then Ooty 10 after 11, 12, 13, 14 degree. ഇത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ബംഗളൂരു 20 after 21, 22, സോ 22. ഇത് നിങ്ങൾക്ക് ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോട്ടസ്റ്റ് ആൻഡ് കോൾഡസ്റ്റ് പ്ലേസ് എമംഗ് ദ എബവ്? അപ്പോൾ ഇതിൽ ഹോട്ടസ്റ്റ് നമുക്കറിയാം ബംഗളൂരു ആണ്, കോൾഡസ്റ്റ് ലഹേൽ സ്പിറ്റി. അപ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ മൈനസ് ചെയ്യണം. സോ 22 -8. ദെൻ ഇത് അഡിറ്റീവ് ഇൻവേഴ്സ് ആകുമ്പോൾ പ്ലസ് ആവുന്നു. 22 + 8 = 30 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ലഹേൽ സ്പിറ്റി ആൻഡ് ശ്രീനഗർ? സോ ലഹേൽ സ്പിറ്റി -8 ആണെന്ന് നമുക്കറിയാം. ശ്രീനഗർ -2. ദെൻ -2 -8. ഇത് രണ്ടും അഡിറ്റീവ് ഇൻവേഴ്സിൽ പ്ലസ് ആവുന്നു. സോ ഇതിൻ്റെ ഡിഫറൻസ് 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ വി സേ ടെമ്പറേച്ചർ ഓഫ് ദ ശ്രീനഗർ ആൻഡ് ഷിംല ടേക്കൺ ടുഗദർ ഈസ് ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ഷിംല? ഈസ് ഇറ്റ് ഓൾസോ ലെസ് ദാൻ ദ ടെമ്പറേച്ചർ ഓഫ് ശ്രീനഗർ? ശ്രീനഗറും ഷിംലയിലെയും ടെമ്പറേച്ചർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നിച്ചെടുത്താൽ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 3 അല്ലേ. 3 ഈ ശ്രീനഗർ അല്ല ഷിംലയിനേക്കാൾ കുറവാണോ? അല്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത്, ഈസ് ഇറ്റ് ഓൾസോ ലെസ് ദാൻ ദ ടെമ്പറേച്ചർ അറ്റ് ശ്രീനഗർ? അത് ശ്രീനഗറിനേലും കുറവാണോ? നമുക്ക് ശ്രീനഗർ നമുക്കറിയാം -2. -2നേക്കാൾ എന്താണ് ഗ്രേറ്റർ ആണ് 3. അപ്പോൾ അത്രയും ക്ലിയർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ കറക്റ്റ് ആൻസേഴ്സിന് പോസിറ്റീവ് മാർക്കും ഇൻകറക്റ്റ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കും കൊടുക്കും. ജാക്ക് 5 സക്സസീവ് റൗണ്ടിൽ സ്കോർ ചെയ്ത മാർക്കാണ് 25, -5, -10, 15 ആൻഡ് 10. വാട്ട് വാസ് ഹിസ് ടോട്ടൽ മാർക്ക് അറ്റ് ദ എൻഡ്? അവസാനം അവൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈസിയായി ചെയ്യാൻ വേണ്ടി ഞാൻ പോസിറ്റീവ് ഇൻറ്റീജർ എല്ലാം ഒരു സൈഡിലും നെഗറ്റീവ് ഇൻറ്റീജർ എല്ലാം മറ്റൊരു സൈഡിലുമായിട്ടാണ് ആഡ് ചെയ്യുന്നത്. 25 + 15 + 10 നമുക്ക് 50 കിട്ടും. -5 + -10 = -15. ദെൻ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അതിൽ ഒന്ന് പോസിറ്റീവ് ആണ് ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈനും ആഡ് ചെയ്തപ്പോൾ. തേർഡ് ക്വസ്റ്റ്യൻ, മൺഡേ ശ്രീനഗറിലെ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ട്യൂസ്ഡേ അതിൽ നിന്ന് 2 ഡിഗ്രി സെൽഷ്യസ് ഡ്രോപ്പ് ചെയ്യുന്നു. വാട്ട് വാസ് ദ ടെമ്പറേച്ചർ ഓഫ് ശ്രീനഗർ ഓൺ ട്യൂസ്ഡേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്യൂസ്ഡേയിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. മൺഡേയിലെ -5 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്കറിയാം. ട്യൂസ്ഡേ ഡ്രോപ്പ് ചെയ്യുന്നത് 2 ആണ്. സോ -5 -+2. ഇത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. സോ അഡിറ്റീവ് ഇൻവേഴ്സിൽ അത് ചേഞ്ച് ചെയ്തിട്ട് -2 ആവുന്നു. ദെൻ -5 + -2 = -7. അപ്പോൾ ട്യൂസ്ഡേയിലെ ടെമ്പറേച്ചർ -7 ആണ്. ദെൻ നമുക്ക് വെനസ്ഡേയിൽ കണ്ടുപിടിക്കണം. ദെൻ വെനസ്ഡേ 4 ഡിഗ്രി കൂടുന്നു. വാട്ട് വാസ് ദ ടെമ്പറേച്ചർ ഓൺ വെനസ്ഡേ? അപ്പോൾ കൂടുന്നത് 4 ഡിഗ്രിയാണ്. അപ്പോൾ വെനസ്ഡേയിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ട്യൂസ്ഡേയിലെ ടെമ്പറേച്ചർ +4. ദെൻ നമുക്ക് ഒരു നെഗറ്റീവ് ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ആകുമ്പോൾ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ -3.
അപ്പോൾ -3 ഡിഗ്രി സെൽഷ്യസ് ആണ് വെനസ്ഡേയിലെ ടെമ്പറേച്ചർ. Then next question, fourth question. A plane is flying at the height 5,000 meter above the sea level. The same പോയിന്റിൽ നിന്ന് 1,200 meter below ആണ് സബ്മറൈൻ. What is the vertical distance between them? So ഈ സീ ലെവലിൻ്റെ മുകളിലേക്കുള്ളത് പോസിറ്റീവ് ഇൻഡിജറും താഴേക്കുള്ളത് നെഗറ്റീവ് ഇൻഡിജറുമായിട്ട് വേണം നമ്മൾ ഈ സം സോൾവ് ചെയ്യാൻ. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ ആൻഡ് സബ്മറൈൻ ഈക്വൽ ടു, ഇത് പോസിറ്റീവ് ഇൻഡിജറാണ് 5,000. ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സബ്ട്രാക്ട് ചെയ്യണം. ദെൻ -1,200. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സിൽ ഇത് രണ്ടും പ്ലസ് ആവുന്നു, 6,200 മീറ്റർ നമ്മുടെ ആൻസർ. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. മോഹൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു 2,000 rupees in his bank account and withdraws 1,642 rupees from it. Find the balance in Mohan's account. ദെൻ നമുക്കറിയാം ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് പോസിറ്റീവ് ഇൻഡിജറും ദെൻ വിത്ഡ്രോ ചെയ്യുന്ന എമൗണ്ട് നെഗറ്റീവ് ഇൻഡിജറും. അത് സാധാ ചെയ്യുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് 358 as ആൻസർ. ഇത് വെരി ഈസിയാണ്, നമ്മൾ മൈനസ് ചെയ്താൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് വൺ. റീത ഗോസ് 20 kilometers towards east from a point A to B. From B, she moves 30 kilometers towards west along the same road. So, നോക്കൂ, ഇത് ഈ ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് റീത്ത 20 കിലോമീറ്റർ നടക്കുന്നു. ആ സെയിം റോഡിൽ തന്നെ ബിയിൽ നിന്ന് 30 കിലോമീറ്റർ തിരിച്ച് നടക്കുന്നു. ഈസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവ് ഇൻഡിജറിലും ദെൻ തിരിച്ച് നടക്കുന്ന ഈ വേസ്റ്റിലേക്ക് തിരിച്ച് നടക്കുന്ന ഡിസ്റ്റൻസ് നെഗറ്റീവ് ഇൻഡിജറിലുമാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ദെൻ ഹൗ വിൽ യു റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ടുവേർഡ്സ് വെസ്റ്റ്? അവരുടെ ക്വസ്റ്റ്യൻ. സോ അതറിയാം, ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഇൻഡിജർ. ബൈ വിച്ച് ഇൻഡിജർ വിൽ യു റെപ്രസെൻറ്റ് ഹെർ ഫൈനൽ പൊസിഷൻ ഫ്രം എ? എയിൽ നിന്ന് 10 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? 20 + -30 ഡിഫറൻസ് കണ്ടുപിടിക്കുക. പോസിറ്റീവ് ഇൻഡിജർ നെഗറ്റീവ് ഇൻഡിജർ, അതുകൊണ്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ. സോ -10 -10. അപ്പോൾ -10 ആണ് ആൻസർ, 10 കിലോമീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ. സെവൻത്ത് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. മാജിക് സ്ക്വയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 2 സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ മാജിക് സ്ക്വയർ അല്ല, അതുകൊണ്ട് തന്നെ ഞാനത് ലീവ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾ ഇത് അതായത് സെയിം രീതി ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യണം. സെക്കൻഡ് വണ്ണാണ് മാജിക് സ്ക്വയർ. സോ ഞാനത് കാണിച്ചു തരാം. അത് വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും ഡയഗണലായാലും ഏത് രീതിയിൽ ആഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കണം. സോ ഇവിടെ നോക്കൂ, 1 -10 0. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ -9 ആണ്. ദെൻ -4 -3 -2. ദെൻ നമ്മുടെ ആൻസർ അഗെയിൻ -9. -6 -4 -7. റീഅറേഞ്ച് ചെയ്തു ഞാൻ എളുപ്പത്തിന് വേണ്ടി. -6 + -7 13 + 4 ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇട്ടു, -9. ദെൻ 1 -4 -6 -10 + 1. സോ -9. -10 -3 4 -13 + 4. ഇത് രണ്ടും നെഗറ്റീവ് ഇൻഡിജർ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ -13 കിട്ടി, +4. സോ ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇൻഡിജേഴ്സ് 9. ദെൻ ഗ്രേറ്റർ ഇൻഡിജറിൻ്റെ സൈൻ -9. ഓക്കെ. 0 -2 -7. നമ്മുടെ ആൻസർ -9. 0 -3 -6. അഗെയിൻ നമ്മുടെ ആൻസർ -9. 1 -3 -7. ദെൻ നമ്മുടെ ആൻസർ -9. സോ ഇതിലെല്ലാത്തിലും നമ്മൾ ഏത് രീതിയിൽ ചെയ്തിട്ട് നമ്മുടെ ആൻസർ -9 ആയതുകൊണ്ട് ഇതൊരു മാജിക് സ്ക്വയർ ആണ്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് സമ്മിലേക്ക് പോകാം. വെരിഫൈ. A - B = A + B എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എയുടെ വാല്യൂ 21ഉം ബിയുടെ വാല്യൂ 18ഉം ആണ്.
LHS RHSിലാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലുമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ എയുടെ വാല്യൂ 21 മൈനസ് 18, എ 21 പ്ലസ് 18. ദെൻ ഇത് അഡിറ്റീവ് ഇൻവേഴ്സിൽ പ്ലസ് ആവുന്നു. 21 പ്ലസ് 18 ഈക്വൽ ടു 39, 21 പ്ലസ് 18 ഈക്വൽ ടു 39. ഹെൻസ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. എ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി. സോ ഇനി ഒരു 3 സമ്മും കൂടി ചെയ്യാനുണ്ട്. അത് ഈ സെയിം മെത്തേഡിൽ നിങ്ങൾ സോൾവ് ചെയ്യണം. അതിലൊരു ചേഞ്ചസും ഇല്ല, സെയിം മെത്തേഡാണ്. സോ 9th പോവാം. 9th ഞാൻ 2 സമ്മേ സോൾവ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കത് ഈസിയാണ്. ഗ്രേറ്റർ ആണോ അതോ ലെസ്സർ ആണോ എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. -8 പ്ലസ് -4 ഇത് 2 നെഗറ്റീവ് ഇൻറ്റിജറാണ്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. 8 പ്ലസ് 4 12 മൈനസ് 12. ദെൻ -8 -4. സോ ഇത് രണ്ടും അഡിറ്റീവ് ഇൻവേഴ്സിൽ ചേഞ്ച് ചെയ്ത് പ്ലസ് ആവുന്നു. സോ -8 പ്ലസ് 4 ആൻസർ -4 ആണ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ? 12 ആണോ -4 ആണോ? തീർച്ചയായിട്ടും -4 ആണ് ഗ്രേറ്റർ. 0യുടെ അടുത്ത് കിടക്കുന്ന നമ്പർ -4 ആണ്. സോ -4. ദെൻ ബി -3 പ്ലസ് 7 -19 പോസിറ്റീവ് ഇൻറ്റിജറാണ്. ദെൻ 15 -8 പ്ലസ് -9. ദെൻ ഇത് അഡിറ്റീവ് ഇൻവേഴ്സിൽ ഇത് പ്ലസും ഇത് മൈനസും ആവുന്നു. -3 പ്ലസ് 7 പ്ലസ് 19. ദെൻ ഇത് രണ്ടും ആഡ് ചെയ്യുക. -22 പ്ലസ് 7 ഈക്വൽ ടു -15. ദെൻ ഇത് മൈനസ് ചെയ്യുമ്പോൾ 7 ആണ് ആൻസർ. പ്ലസ് 9 ദെൻ ഈക്വൽ ടു -2. സോ ഇതിൽ ഗ്രേറ്റർ ഏതാണ്? 15 ആണോ -15 ആണോ -2 ആണോ ഗ്രേറ്റർ? -2. 0യുടെ വളരെ അടുത്ത് കിടക്കുന്ന നമ്പർ -2 ആണ്. സോ -2 ആണ് ഗ്രേറ്റർ നമ്പർ. 10th ക്വസ്റ്റ്യൻ. മങ്കി ഫസ്റ്റ് സ്റ്റെപ്പിലാണ്, ആദ്യത്തെ സ്റ്റെപ്പിലാണ് മങ്കി നിൽക്കുന്നത്. വാട്ടർ ലെവൽ 9th സ്റ്റെപ്പിലാണ്. സോ first question, he jumps 3 steps down and then jumps back 2 steps up. In how many jumps he will reach the water level? So ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിൽക്കണമെന്ന് പറഞ്ഞു. ഒരു ജമ്പിൽ എടുത്തോളായി, സെക്കൻഡ് ജമ്പിൽ എടുത്തോളായി, തേർഡ് ജമ്പിൽ എടുത്തോളായി. സോ ഇനി അത് തിരിച്ച് 2 ജംപ്സ് മുകളിലേക്ക് പോകുന്നു. 1 2. ദെൻ ആ സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് അഗെയിൻ 3 സ്റ്റെപ്പ്. 1 2 3. ദെൻ അഗെയിൻ മുകളിലേക്ക് 2 സ്റ്റെപ്പ്. 1 2. ഈ രീതിയിലാണ് മങ്കി ജമ്പ് ചെയ്യുന്നത്. സോ ലിസൺ ഹിയർ. ഫസ്റ്റ് ജമ്പ് ഈസ് അറ്റ് 4th സ്റ്റെപ്പ്. ആദ്യത്തെ ജമ്പിൽ ഏത് സ്റ്റെപ്പിലേക്ക് എത്തുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ്, തേർഡ്, 4th. അപ്പോൾ ഫസ്റ്റ് ജമ്പിൽ 4th സ്റ്റെപ്പിലെത്തും. സെക്കൻഡ് ജമ്പിൽ എഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പിലെത്തും, കാരണം ബാക്കോട്ട് 2 സ്റ്റെപ്പ് ചാടുന്നു. ദെൻ തേർഡ് ജമ്പ് ഈസ് അറ്റ് 5th സ്റ്റെപ്പ്. ദെൻ 4th ജമ്പ് ഈസ് അറ്റ് 3rd സ്റ്റെപ്പ്, ബാക്കോട്ട് 2 എണ്ണം. ദെൻ 5th ജമ്പ് ഈസ് 3rd നിന്ന് 6th. ദെൻ 6th ജമ്പ് ഈസ് 6th നിന്ന് ബാക്കോട്ട് 2 എണ്ണം, അപ്പോൾ 4th സ്റ്റെപ്പ്. 7th ജമ്പിൽ 7th സ്റ്റെപ്പിലെത്തുന്നു. 4 + 3 7. ദെൻ 8th ജമ്പിൽ ബാക്കോട്ട് 2, സോ 7 - 2 5. ദെൻ 9th ജമ്പിൽ 8th സ്റ്റെപ്പിലെത്തുന്നു. 10th ജമ്പിൽ 6th ദെൻ 11th ജമ്പിൽ 9th. സോ എത്ര ജമ്പ് കഴിഞ്ഞപ്പോഴാണ് 9th 11 ജമ്പ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. സെയിം ലൈക്ക് ഇവിടെ 3ക്ക് പകരം 4 സ്റ്റെപ്സ് താഴേക്കും 2 സ്റ്റെപ്സ് മുകളിലേക്കുമാണ് ചാടുന്നത്. സോ ഫസ്റ്റ് ജമ്പ് ഈസ് അറ്റ് 5th സ്റ്റെപ്പ്. 1 ഫ്രം ഹിയർ 1 2 3 4
4 ആയപ്പോൾ ഏത് സ്റ്റെപ്പായി? 1 2 3 4 5 ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് ജമ്പ് ഈസ് അറ്റ് തേർഡ് സ്റ്റെപ്പ്. രണ്ടെണ്ണം തിരിച്ചു പോകുന്നു. 5 - 2 3. ദെൻ തേർഡ് ജമ്പ് ഈസ് അറ്റ് സെവൻത്ത് സ്റ്റെപ്പ്. 3നോട് 4 പ്ലസ് ചെയ്യുന്നു, സെവൻത്ത് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് ജമ്പ് ഈസ് അറ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. 7ൽ നിന്ന് 2 മൈനസ് ചെയ്തു, മുകളിലേക്ക് പോയി ഫിഫ്ത്ത് സ്റ്റെപ്പ്. ദെൻ ഫിഫ്ത്ത് ജമ്പ് ഈസ് അറ്റ് 9th സ്റ്റെപ്പ്. അപ്പോൾ എത്ര ജമ്പ് നമ്മൾ ചാടി? 5 ജംപ്സ്. മങ്കി വാട്ടർ ലെവലിലെത്താൻ 5 ജമ്പ് ചാടി. ദെൻ -3 -2 -3 -2 ഈ പാറ്റേൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ എത്ര ജമ്പ് അല്ല, ക്വസ്റ്റ്യൻ ഈസ് -8 വിച്ച് റിപ്രസെൻറ്റ് ദ മങ്കി ഗോസ് ഡൗൺ ബൈ സ്റ്റെപ്പ്. സ്റ്റെപ്പ് പോകുന്ന സ്റ്റെപ്പ് അനുസരിച്ച് 9th സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. താഴേക്ക് എത്ര സ്റ്റെപ്പ് പോകേണ്ടി വരും മങ്കി? റിയലി 8 സ്റ്റെപ്പ് താഴത്തേക്ക് പോലെ വാട്ടർ ലെവലിലെത്തുള്ളൂ. സോ -8. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടിൽ ദെൻ ബൈ.